ഇന്ന് രാവിലെ നല്ല മഴ പെയ്യുന്നുണ്ട് എറണാകുളം ജില്ലയിൽ. മറ്റ് ജില്ലകളിലും മഴയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന റിപ്പോർട്ടാണ്. 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള 12 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഈ മാസം 26-ാം തീയതി വരെ കേരളത്തിൽ പരക്കെ മഴ ലഭിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇനിയുള്ള വരും മണിക്കൂറുകളിൽ മറ്റ് ജില്ലകളിൽ എത്രത്തോളം മഴ ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ ആ മഴയുടെ സ്വഭാവം എന്താണ് കാലാവസ്ഥാ വകുപ്പ് വിശദീകരിക്കുന്നത്? പ്രത്യേകിച്ച് ഈ തീരമേഖലയിൽ ഒരു ജാഗ്രത വേണം എന്നുള്ള മുന്നറിയിപ്പൊക്കെ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് അശ്വിൻ. സ്മിത, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള 2 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇന്ന് നൽകാത്തത്. മറ്റ് 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. യെല്ലോ അലർട്ടാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും തിരുവനന്തപുരത്ത് ഇന്ന് പുലർച്ചെ അതിശക്തമായ മഴയാണ് രാവിലെ ഉണ്ടായിരുന്നത്. 4:30 മുതൽ ഏകദേശം ഒരു 5 മണി വരെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ലഭിച്ചിരുന്നു. ഇപ്പോഴാണ് അല്പം മഴ മാറിയതെങ്കിലും കാലാവസ്ഥ ഒരു മഴയ്ക്ക് തയ്യാറായി നിൽക്കുന്ന അന്തരീക്ഷമാണ് ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തുമുള്ളത്. ഒപ്പം എറണാകുളം അടക്കമുള്ള സംസ്ഥാനത്തെ പല ജില്ലകളിലും പുലർച്ചെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്നു മുതൽ വരുന്ന 5 ദിവസത്തേക്ക് അതിശക്തമായ മഴയാണ് ഈ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഈ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇത് ഉണ്ടാക്കാൻ ശക്തമായ മഴയും അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്നാലും ഈ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന 27-ാം തീയതി കാലവർഷം കേരളത്തിൽ എത്തുമെന്നുള്ളതാണ്. പക്ഷേ അത് അല്പം കൂടി നേരത്തെ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു പ്രവചനം. അതായത് 25-ാം തീയതിയോടുകൂടി 2 ദിവസത്തിനുള്ളിൽ കേരളത്തിലേക്ക് ഈ കാലവർഷം എത്തുമെന്നുള്ളതാണ് നിലവിലെ പ്രവചനം. അങ്ങനെയെങ്കിൽ കൂടുതൽ മുൻകരുതൽ നടപടികളൊക്കെ ഇപ്പോൾ തന്നെ എടുക്കേണ്ട സാഹചര്യമുണ്ട്. ഒപ്പം ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം അടക്കം ഉണ്ടാകാനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി അടക്കമുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകും എന്നുള്ളതാണ് നിലവിലെ മുന്നറിയിപ്പ്. ശ്രീജിത്ത്. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. നിലവിൽ 2 ജില്ലകൾ ഒഴികെ, തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ ബാക്കി 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴയുണ്ടാകും. എല്ലാവരും ജാഗ്രത പുലർത്തുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ മലബാർ മേഖലയിൽ നിന്നൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ യെല്ലോ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ മഴയുണ്ടാകും. ഈ വെള്ളക്കെട്ടുള്ള ഇടങ്ങളിൽ പല രീതിയിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പലയിടങ്ങളിലും ഈ വൈദ്യുതി ലൈനൊക്കെ പൊട്ടി വീണ് കിടക്കാനുള്ള സാധ്യത. അപ്പം അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ, രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മഴക്കാലത്ത് നന്നായി ശ്രദ്ധിക്കുക.